സുരേഷേട്ടൻ ബ്രദർ ഒരു വല്യച്ഛൻ എന്നൊക്കെ പറയുന്ന ഒരു ഫീലാണ് എനിക്ക്. വല്യേട്ടൻ ഭയങ്കര ഒരു സ്നേഹമാണ്, നമുക്കത് ഫീൽ ചെയ്യും. ട്രിവാൻഡ്രംல எனக்கு ஒரு வீடு இருக்குன்னா அது வந்து സുരേഷ് ഹൗസ്. സുരേഷ് ഗോപിയേട്ടാ, സുരേഷ് ഏട്ടാ വെൽറെഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. പക്ഷെ വളരെ മാന്യനും മര്യാദരാമനുമാണ് എന്നാണ് അറിയപ്പെടുന്നത്. സ്ത്രീകളെ സീതയായിട്ടാണ് ആ മനുഷ്യൻ കാണാറ്. അതുകൊണ്ട് തന്നെ പരസ്യമായി കെട്ടിപ്പിടിച്ചാലോ നിറവയറിൽ തടവിയാലോ ആർക്കും വിരോധം തോന്നാത്ത 100% സദ്ഗുണസമ്പന്നായ മര്യാദരാമനാണ്. ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ലൊക്കേഷനിൽ രാത്രി പോയ ആളാണ് രാവിലെ 6 മണിക്ക് വരാൻ വന്നിട്ട്. രാവിലെ ഇപ്പോൾ 6 മണിക്ക് ആളിനെ കാണാനില്ല. 6 മണിയായി, 7 മണിയായി, 8 മണിയായി, 9 മണിയായി, ഇപ്പോൾ 2 മണിയായി. 2 മണിയായപ്പോൾ മഹാൻ വിളിച്ച് പറയുകയാണ്, ഞാൻ UAE ഒരു ഭാര്യയും 1 ഡസൻ പിള്ളേരുമുള്ള മഹാനാണ് ഈ പോക്കുർത്തനം കാണിച്ചത്. കടുവേര തടിയും 6 അടി പൊക്കമുള്ള അയാളുടെ എങ്ങനെയോ എന്തോ വാചകത്തിൽ ആ കുട്ടി വീണുപോയി, ചാക്കിലായി അയാളുടെ. അത് രാവണൻകോട്ടയിലുള്ള ഒരു പടത്തിൽ അഭിനയിക്കുമ്പോഴാണ് ഈ വീഴ്ച വീണത്, പാട്ടിലാക്കിയത്. ഭഗവാന്റെ മുന്നിൽ വെച്ച് താലിയൊന്നും കിട്ടിയില്ലെങ്കിലും ഹോട്ടൽ റൂമിലെ മുറിയിൽ വെച്ച് ജീവിതം ആരംഭിച്ചു. നാളെ മുതൽ 2 നാൾ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടാവില്ല, ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ളൂ, ഗൾഫിലെ വീട്ടിലുള്ളൂ. കേൾക്കേണ്ട താമസം, ഷൂട്ടിങ്ങും പുല്ലും ഒക്കെ അവിടെ ഇട്ട് സിനിമയുടെ എന്തൊരു ആത്മാർത്ഥയെന്ന് ആലോചിച്ച് നോക്കി. ഷൂട്ടിങ്ങും എല്ലാം ആൾക്കൂട്ടും ബഹളവും ഫയർ എഞ്ചിനും പോലീസും ഒക്കെ വെച്ചാണ് നാളെ ഷൂട്ട് ചെയ്യണമെന്ന് അയാൾ ഓർത്തൊന്നുമില്ല. പെണ്ണല്ലേ, കിളുന്ത് പെണ്ണല്ലേ. അയാൾ പറന്ന് ഗൾഫിലെ വീട്ടിലെത്തി, UAE വീട്ടിലെത്തി. എനിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് വിളയാട്ടം എന്ന് പറഞ്ഞ കണക്ക് ലക്ഷങ്ങൾ നഷ്ടമാക്കി ചിത്രീകരണം നിലയ്ക്കുമ്പോൾ മര്യാദരാമൻ മണലാരണ്യത്തിൽ യുവമിഥുനങ്ങളെപ്പോലെ ഹണിമൂൺ പോലെ ആഘോഷിക്കുകയായിരുന്നു. പക്ഷേ മലയാളി പൊട്ടന്മാർ ഇപ്പോഴും കരുതുന്നത് മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല മര്യാദരാമൻ ഈ മഹാനാണ് എന്നാണ്. നമസ്കാരം. നമ്മൾ കേട്ടല്ലോ, തുടക്കത്തിൽ തന്നെ കുറേ നടികൾ ചേർന്നുകൊണ്ട് നമ്മുടെ സുരേഷ് ഗോപി എത്ര വലിയ മഹാനാണ്, ഇത്രയധികം നല്ല സുന്ദരനായ ആളില്ല, ഇത്രയും മനോഹരമായ പെരുമാറ്റമില്ല, അദ്ദേഹത്തെ എല്ലാവരുടെ ഏട്ടനാണ്, നെഞ്ചോട് ചേർത്ത് കൂടെ നിർത്തി കൊണ്ടുനടക്കാൻ പറ്റുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ പ്രതികരണങ്ങൾ, ഇതെല്ലാം പെയ്ഡ് സാധനമാണെന്ന് ആർക്കാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്? സുരേഷ് ഗോപിയെക്കുറിച്ച് പെയ്ഡ് സാധനങ്ങൾ ഇറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആളുകളെ കൊണ്ട് പറയിപ്പിച്ച് പ്ലാൻഡായിട്ട് ഇത്തരം വാർത്തകൾ ഉണ്ടാക്കുന്നത്. എന്നാൽ യഥാർത്ഥ സ്വരൂപം ഒന്ന് കേട്ടു നോക്കൂ. ഞാൻ ഇന്നലെ മമതാ മോഹൻദാസിൻ്റെ വാർത്ത പുറത്തുവിട്ടിരുന്നു. മമതാ മോഹൻദാസിന് ക്യാൻസർ വരാൻ കാരണം സുരേഷ് ഗോപി ആ പെൺകുട്ടിയെ കശക്കി എറിഞ്ഞതുകൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ പേരിൽ വീട്ടിൽ കലാപമുണ്ടായി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനോട് ബന്ധപ്പെട്ട് പലരും തന്നെ കമൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഞാൻ ഇപ്പോൾ തരുന്നത്. അതായത് സുരേഷ് ഗോപി കൃത്യമായി മമതാ മോഹൻദാസുമായി ബന്ധമുണ്ടായിരുന്നു, മാത്രമല്ല മമതാ മോഹൻദാസിനെയും കൊണ്ട് ദുബായിലേക്ക് കടന്നുപോയിട്ടുള്ള കാര്യവും വളരെ വ്യക്തമാണ്. അതായത് ഒരു സിനിമ ലങ്ക എന്ന് പറയുന്ന സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ദിവസം അപ്രത്യക്ഷമാവുകയാണ് ആര്? നമ്മുടെ സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപി അപ്രത്യക്ഷമാകുമ്പോൾ പിന്നെ പ്രത്യക്ഷപ്പെടുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അവിടെ സീറ്റിംഗ് മുടങ്ങുന്നു, അവിടെ ഷൂട്ടിംഗ് മുടങ്ങുന്നു, അവിടെയുള്ള മറ്റുള്ളവരുടെ എല്ലാം ഡേറ്റുകളുണ്ട്, അതൊക്കെ തെറ്റിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിക്കൊണ്ടും ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി ആ സെറ്റിൽ നിന്ന് മമതാ മോഹൻദാസിനെയും കൊണ്ടുപോയത്. അല്ല, പ്രധാനപ്പെട്ട ഹീറോയിനാണ് മമതാ മോഹൻദാസ്, കോഴിക്കോടുകാരിയായ, ദുബായിൽ പാരൻസ് ഉള്ള. അവർ അങ്ങന്ന് പോകാൻ കാരണം അന്ന് ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇവിടുന്ന് കൊണ്ട് കടന്ന് അവിടേക്ക് പറന്നു പോയത്. മമതാ മോഹൻദാസിനെ കൊണ്ട് ദുബായിലേക്ക് പറന്നു പോയത്, ഷൂട്ടിങ്ങിനിടെ പറന്നു പോയത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അവർ അത്രയും അടുത്ത ബന്ധമായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന ഒരു ആ സിനിമയിൽ, ലങ്ക എന്നുള്ള സിനിമയിൽ അവർ മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് വല്ലാതെ ലയിച്ചുകൊണ്ട് കിസ് ലോക്ക് ചെയ്യുന്ന, പിന്നെ വിഷം ഉള്ളിലേക്ക് ചെന്ന സുരേഷ് ഗോപി, കഥാപാത്രം സുരേഷ് ഗോപിയെ മേജർ എന്ത് ചെയ്യുന്നു? തിരിച്ച് അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷം കൊടുക്കുകയാണ് ചുണ്ടുകൂടെ. അത് ലിപ്പ് ലോക്ക് ചെയ്തിട്ട് അത് കൊടുക്കുന്ന ഹാർദമായ മൂമെൻറ്റ്സ് കൊല്ലലല്ല, സ്നേഹിക്കലാണ് എന്നാണ് നമുക്ക് കണ്ടാൽ തോന്നുക. ആ രംഗം ഒന്ന് തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്, ഒന്നും കൂടി കൊടുക്കുന്നു. അതേപോലെ തുടക്കത്തിൽ തന്നെ കൊടുത്താണ് നമ്മുടെ പ്രശസ്ത പത്രപ്രവർത്തകൻ ശാന്തി വിള ദിനേശ് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതിന് തുടക്കത്തിൽ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഭാഗം കാണാം. ഇനി ഒരു കഥ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കഥയാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ നിങ്ങളിത് ആദ്യമായിട്ടാണോ കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒരു മര്യാദരാമൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. പക്ഷെ വളരെ മാന്യനും മര്യാദരാമനുമാണ് എന്നാണ് അറിയപ്പെടുന്നത്. സ്ത്രീകളെ സീതയായിട്ടാണ് ആ മനുഷ്യൻ കാണാറ്. അതുകൊണ്ട് തന്നെ പരസ്യമായി കെട്ടിപ്പിടിച്ചാലോ
നിറവയറിൽ തടവിയാലോ ആർക്കും വിരോധം തോന്നാത്ത 100% സദ്ഗുണസമ്പന്നായ മര്യാദരാമനാണ്. ഒരു യുവ സംവിധായകൻ രാഷ്ട്ര പുനർനിർമ്മാണത്തിനുള്ള ഒരു കഥ സിനിമയാക്കാൻ തീരുമാനിച്ചു. ആ സിനിമയിൽ ഈ മര്യാദരാമനെ നായകനാക്കി. രാഷ്ട്ര പുനർനിർമ്മാണം ചിത്രീകരിക്കുക എന്ന് പറയുമ്പോൾ ജനക്കൂട്ടം വേണം, ലാത്തി ചാർജും ആരെയും പിടിയൊക്കെയുള്ള പടമാണ്. പോലീസ് വേണം, പീരങ്കി വേണം, ലാത്തി ചാർജ് വേണം, ഇടി വേണം, മഴ വേണം, ഫയർ എഞ്ചിൻ വേണം, എല്ലാം വേണമല്ലോ. അങ്ങനെ ക്ലൈമാക്സ് എടുക്കാനായിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി 1000-ലധികം ജൂനിയർ ആർട്ടിസ്റ്റുകളും ഫയർ എഞ്ചിനും 2 ക്യാമറയും ഒക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്തു. നാളെ രാവിലെയാണ് ആ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യേണ്ടത്. റോഡിലാണ് ചിത്രീകരിക്കാനുള്ളത്. അതിൻ്റെ പെർമിഷനൊക്കെ വാങ്ങിച്ച് ആ ഡയറക്ടറെ എല്ലാം സെറ്റ് ചെയ്തു. ക്യാമറ യൂണിറ്റും ആഹാരവും എല്ലാത്തിനും കൂടി നിർമ്മാതാവിൻ്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ ചിലവായി. എല്ലാം റെഡി. ഇനിയിപ്പോൾ ഈ അഭിനയിക്കേണ്ട മര്യാദരാമൻ വന്നു കഴിഞ്ഞാൽ ബാക്കി നടന്മാരെല്ലാം ലൊക്കേഷനിലെത്തി. മര്യാദരാമൻ മാത്രം എത്തിയാൽ മതി. രാവിലത്തെ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ കീ ഷോട്ടുകളെല്ലാം എടുക്കാമെന്ന് കലാസംവിധായകനും ക്യാമറാമാനും സംവിധായകനും കൂടിയെല്ലാം നിശ്ചയിച്ച് രാമൻ എത്തിയാൽ മതി, നമുക്ക് തുടങ്ങാമെന്നുകൊണ്ട് കാത്തിരുന്നു. 6 മണിക്ക് ഞാൻ റെഡി എന്നാണ് തലേദിവസം പോയപ്പോൾ മര്യാദരാമൻ പറഞ്ഞിരുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ അയാളെ ആരും വിളിച്ചില്ല. ദേഷ്യപ്പെട്ടാലോ, 6 മണിക്ക് വരാമെന്ന് പറഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ പരിവാരങ്ങളുമായിട്ട് അദ്ദേഹം എത്തിക്കൊള്ളുമെന്ന് വിചാരിച്ചു. 6 മണി പതുക്കെ കഴിഞ്ഞ് 7 ആയി, 7:30 ആയി, 8 ആയി, 8:30 ആയി. മര്യാദരാമനെയും കാണാനില്ല, അയാളുടെ എർത്തുകളെയും കാണാനില്ല. വിളിക്കെന്ന് സംവിധായകൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനോട് അല്ലെങ്കിൽ കൺട്രോളറോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അവൻ പറയുന്നത്, സാർ അവരാരും ഫോൺ എടുക്കുന്നില്ല സാർ, ഈ മര്യാദരാമനും ഫോൺ എടുക്കുന്നില്ല, കൂടെയുള്ള എർത്തുകളും ഫോൺ എടുക്കുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്തല്ലോ സാർ, എന്തായാലും മണി 9 ആയില്ലേ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡി ആയിട്ടിരിക്കാം. മര്യാദരാമൻ വന്നാൽ ഉടനെ നമുക്ക് ബ്രേക്കൊന്നും വേണ്ടല്ലോ, അങ്ങ് ഷൂട്ട് ചെയ്യാം. പിന്നെ ഇടയ്ക്ക് കാപ്പ് പിടിക്കാനൊന്നും ബ്രേക്ക് വേണ്ടല്ലോ, ഉച്ചവരെ ഒറ്റ അടിക്ക് അങ്ങ് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ആ ശരി, എല്ലാവർക്കും ആഹാരം കൊടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ ബ്രേക്ക് മൈക്കിലൂടെ കൺട്രോളർ വിളിച്ച് പറയുന്നു, ബ്രേക്കാണ്, എല്ലാവരും കാപ്പി കുടിക്കുമെന്ന് പറയുന്നു. സോമാലിയയിൽ പട്ടിണി കിടന്ന പിള്ളേരെ പോലെ ഈ 10,000 പേര് ഷൂട്ടിങ്ങിന് വന്നവർ ഓടിച്ചാടിച്ചെന്ന് നടന്ന് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ വാങ്ങിച്ച് കയറ്റി. സംവിധായകന് പക്ഷേ ഇഡ്ഡലി ഇറങ്ങുന്നില്ല. ലക്ഷങ്ങൾ ചിലവാക്കുന്ന സീൻ എടുക്കാൻ വിലപ്പെട്ട 3 മണിക്കൂർ പോയി കിട്ടി. 6 മണിക്ക് തുടങ്ങായിരുന്നില്ല, 6 തുടങ്ങി 7, 8, 9, 3 മണിക്കൂർ പോയല്ലോ. കാപ്പ് കുടി കഴിഞ്ഞ് ചായ കുടിച്ച് സിഗരറ്റൊക്കെ വലിച്ച് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെന്ന് പറയുന്ന ആളുകൾ, ആ ക്രൂ എല്ലാം പലയിടത്തായിട്ടിരുന്നു. മര്യാദരാമനും വന്നില്ല, കൂടെയുള്ള ആൾക്കാരും വന്നില്ല. കൺട്രോളറുടെ കൺട്രോൾ പോയി. അയാൾ കാറെടുത്ത് നേരെ മര്യാദരാമൻ്റെ താമസിക്കുന്ന ഹോട്ടലിൽ ചെന്നു. ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഹോട്ടലിൽ മര്യാദരാമൻ്റെ പെട്ടിയും കിടക്കുകയൊക്കെ ഉണ്ട്. പക്ഷെ മര്യാദരാമൻ ഇല്ല. തിരക്കിയപ്പോൾ റിസപ്ഷനിൽ എന്ന് പറഞ്ഞാൽ അറിയില്ല. വെളുപ്പാങ്കാലത്ത് പാളയംകുടൻ, തിരുവനന്തപുരത്തൊക്കെയുള്ള ഒരു വാഴയുണ്ട് പാളയംകുടൻ എന്ന് പറഞ്ഞിട്ട്. ആ പാളയംകുടൻ വാഴയിലെ പടുത്ത് നിൽക്കുന്ന പഴം പോലെ ഒരു വലിയ വിശാലമായ ഒരു ചിരിയും തന്നിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന കണ്ടു എന്ന് പറഞ്ഞു. എവിടെയാണ് പോയത് ഇതൊന്നും അറിയില്ല. ആകെ പ്രൊഡക്ഷൻ കൺട്രോളർ രോഷാകുലനായി. അയാൾ കാർ കയറി നേരെ മര്യാദരാമൻ്റെ എർത്തുകൾ താമസിക്കുന്ന ലോഡ്ജിൽ ചെന്നു. ശാന്തി കവാടത്തിൽ, തിരുവനന്തപുരത്തെ ശാന്തി കവാടത്തിൽ മൃതദേഹം അടക്കാൻ പോയവർ തിരിച്ചു വരുന്നതിനകത്ത് ബന്ധുക്കൾ ഇരിക്കുന്നത് പോലെ ഈ എർത്തുകൾ ഇരുന്നുകൊണ്ട് കിടക്കുന്നു. അങ്ങനെ കിടക്കുകയാണ് അവിടെ നിരാശരായിട്ട്. എവിടെയാടാ മര്യാദരാമൻ എന്ന് ചോദിച്ചു. അറിയില്ല സാർ. അറിയില്ലേ? നിന്നോടൊക്കെ പറയാതെ മര്യാദരാമൻ പോവില്ലല്ലോ എന്നായി കൺട്രോളർ. എവിടെ അയാൾ പറ എന്ന് പറഞ്ഞു. സത്യമായും അറിയില്ല സാർ. എവിടെയാടാ അയാളുടെ ഡ്രൈവർ ചോദിച്ചു. അറിയില്ല സാർ, ഞങ്ങൾ മര്യാദരാമൻ സാറിൻ്റെ വിളിക്കകത്ത് രാവിലെ 6 മണി മുതൽ എണീറ്റിരിക്കുകയാണ് സാർ. അപ്പോൾ തുള്ളി കുടഞ്ഞ് കൺട്രോളർ ഇറങ്ങിപ്പോയി. ലൊക്കേഷനിലെത്തുമ്പോൾ 11 മണിക്കുള്ള നാരങ്ങ വെള്ളവും ബിസ്ക്കറ്റുമൊക്കെ തിന്ന് ആൾക്കൂട്ടം നിൽക്കുകയാണ്. അവിടെ ആഹാരത്തിന് മുട്ടൊന്നുമില്ല. വിശദമായ വിവരം സംവിധായകന് നൽകി കൺട്രോളർ. നേരം വെളുക്കുന്നിടം മുതൽ മര്യാദരാമനെ കാണാനില്ല, പോലീസിൽ പരാതി കൊടുത്താലോ എന്നായി ചിലർ. 6 അടി 3 ഇഞ്ച് പൊക്കവും 2 കടുവയ്ക്ക് തിന്നാനുള്ള ചതയുമുള്ള അയാളെ ആക്കും പൊക്കിയെടുത്തണമെന്നും പോവാക്കില്ലെന്നേ. അപ്പോൾ പിന്നെ ഈ മര്യാദരാമൻ ഇവിടെ പോയി എന്നായി പലരുടെയും ചോദ്യം. അന്വേഷണം പല വഴിക്ക് നീണ്ടു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശവം വീട്ടിൽ കൊണ്ടുവരുന്നതും കാത്തിരിക്കുന്ന നാട്ടുകാരെ പോലെ യൂണിറ്റ് ആകെ റോഡിൽ കുത്തിയിരുന്നു. ചുമ്മാതിരുന്ന് ബോറടിക്കേണ്ട, ചോറ് വിളമ്പാൻ ഓർഡറായി. ഊണ് കഴിച്ചു. ഒരു നിർമ്മാതാവിൻ്റെ എത്ര പൈസയാണ് ഇങ്ങനെ പോകണമെന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവർക്കും ചോറ് കൊടുക്കും. മണി 1 ആയല്ലോ. 2 ക്യാമറകൾ, ഫൈറ്റേഴ്സ്, 10,000 ജൂനിയർ ആർട്ടിസ്റ്റുകൾ, എല്ലാം ചോറുണ്ട് ഏമ്പൊക്കെ വിട്ട് മര്യാദരാമൻ വരണേ എന്ന് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്നു. ആദ്യ ബാറ്റ കഴിഞ്ഞു. 1 മണിയാകുമ്പം ആദ്യത്തെ ബാറ്റ വീണല്ലോ. അടുത്ത 2ാമത്തെ ബാറ്റ തുടങ്ങി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താ പറയുക, ഒരു അത്ഭുതം സംഭവിച്ചു. സംവിധായകൻ്റെ ഫോണിലേക്ക് മര്യാദരാമൻ്റെ കോളതാ വരുന്നു. അപ്പോൾ ആദ്യ ബാറ്റ കഴിഞ്ഞു. കാരണം 2 മണിയാകുമ്പോൾ ആദ്യത്തെ ബാറ്റ കഴിയുമല്ലോ. 2ാമത്തെ ബാറ്റയിലേക്ക് യൂണിറ്റുകളുടെയൊക്കെ ബാറ്റ 2ാം ബാറ്റയിലേക്ക് വീണു. എന്ത് ചെയ്യണമെന്നറിയാതെ
വല്ലാത്തൊരു വിഷമവൃത്തത്തിൽ സംവിധായകൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. എടുത്തു നോക്കുമ്പോൾ ഈ മര്യാദരാമൻ്റെ ഫോണാണ്. അയാൾ ഫോൺ എടുത്തു. ഒന്നും സംഭവിക്കാത്ത പോലെ, സംവിധാനം സാറേ അവിടെ എന്തൊക്കെയായി കാര്യങ്ങൾ? ഇതാണ് മര്യാദരാമൻ ആദ്യം ചോദിച്ച ചോദ്യം. എന്താവാൻ, നല്ല പണിയാ ചേട്ടാ നിങ്ങൾ എന്നോട് കാണിച്ചത്. നേരം വെളുത്തത് മുതൽ നമ്മുടെ സിനിമയുടെ ഫുൾ ക്രൂവും 1000-ഓളം ആളുകളും എല്ലാം നിങ്ങളെ കാത്ത് ഇവിടെ ഇരിക്കുക. അതുകൊണ്ട് താങ്കളിപ്പോൾ എവിടെയാ? ഞാൻ UAE ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ലൊക്കേഷനിൽ രാത്രി പോയ ആളാണ്. രാവിലെ 6 മണിക്ക് വരാൻ പറഞ്ഞിട്ട്. രാവിലെ ഇപ്പോൾ 6 മണിക്ക് ആളിനെ കാണാനില്ല. 6 മണിയായി, 7 മണിയായി, 8 മണിയായി, 9 മണിയായി, ഇപ്പോൾ 2 മണിയായി. 2 മണിയായപ്പോൾ മഹാൻ വിളിച്ച് പറയുകയാണ്, ഞാൻ UAE. എവിടെ? UAE എന്ന് അദ്ദേഹം വിശദമായി പറഞ്ഞു കൊടുത്തു. തമാശ പറയരുത് ചേട്ടാ എന്നായി സംവിധാനം. കാരണം അയാൾ ഉള്ളൊന്ന് ആളി. എൻ്റെ ജീവിതത്തെയാണ് നിങ്ങൾ തമാശ അടിക്കുന്നത്. സത്യം പറ, നിങ്ങൾ എവിടെയാ? ഞാൻ സത്യമാ പറഞ്ഞത് സംവിധായക. ഞാനിങ്ങ് പോന്നു, മറ്റന്നാ വരാം. എൻ്റെ വീട്ടിൽ നിന്ന് ആരും നിങ്ങളെ വിളിക്കുമെന്ന് തോന്നില്ല. അഥവാ ഇനി നമ്മുടെ സെറ്റിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ ഞാൻ സെറ്റിലുണ്ടെന്ന് പറഞ്ഞാൽ മതി ചേട്ടാ, എങ്ങും പോയെന്ന് പറയണ്ട എന്ന് പറഞ്ഞ് മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ അയാൾ ഫോൺ കട്ട് കളഞ്ഞു. വീട്ടുകാർ വിചാരിക്കുന്നത് ലൊക്കേഷനിൽ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഗൾഫിൽ നിൽക്കുക. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ എന്നെനിക്കറിയില്ല. ഒരു ഭാര്യയും 1 ഡസൻ പിള്ളേരുമുള്ള മഹാനാണ് ഈ പോക്കർത്തനം കാണിച്ചത്. പോക്കർത്തനം കാണിച്ചെന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് അതിനടുത്ത സമയത്ത് ഒരു പുതിയ പെൺകുട്ടി സിനിമാ രംഗത്തേക്ക് വന്നു. ഈ കടുവേര തടിയും 6 അടി പൊക്കമുള്ള അയാളുടെ എങ്ങനെയോ എന്തോ വാചകത്തിൽ ആ കുട്ടി വീണുപോയി. ചാക്കിലായി അയാളുടെ. മകളുടെ പ്രായമേ ഉള്ളൂവെങ്കിൽ പോലും കെട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞ വാക്കിൽ എവിടെയോ ആ കുട്ടി വീണു. ആ കുട്ടി വീഴാൻ പാടില്ലായിരുന്നു. കാരണം അയാൾക്ക് ഭാര്യയും 1 ഡസൻ മക്കളും ഉണ്ടല്ലോ എന്ന് ആലോചിക്കണ്ടായിരുന്നു. എങ്ങനെയോ ആ കുട്ടി വീണു. അത് രാവണൻകോട്ടയിലുള്ള ഒരു പടത്തിൽ അഭിനയിക്കുമ്പോഴാണ് ഈ വീഴ്ച വീണത്, പാട്ടിലാക്കിയത്. എന്തായാലും ചക്കരെ മോളെ മരുമോളെ എന്നൊക്കെ വിളിച്ച് ആ സുന്ദരിക്കുട്ടി അയാൾ പാട്ടിലാക്കി. നിനക്ക് അയാളെ കിട്ടിയുള്ളോ? അയാൾക്ക് 1 ഡസൻ പിള്ളേർ, ഒരു ഭാര്യയും സുന്ദരിയായ ഒരു ഭാര്യ ഉള്ളതല്ലേ എന്നൊന്നും ആരും ആ കുട്ടിയോട് ചോദിച്ചുമില്ല. അത് പൂർത്തിയാക്കാനുള്ള അവസരം കൊടുത്തുമില്ല. നിന്നെ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുമ്പ് വെച്ച് തന്നെ താലി കെട്ടി ഔദ്യോഗികമായി എൻ്റെ ഭാര്യയാക്കി കൊള്ളാമെന്ന് ആ കൊച്ചിന് ഉറപ്പ് കൊടുത്തു. പക്ഷേ ഭഗവാന്റെ മുന്നിൽ വെച്ച് താലിയൊന്നും കിട്ടിയില്ലെങ്കിലും ഹോട്ടൽ റൂമിലെ മുറിയിൽ വെച്ച് ജീവിതം ആരംഭിച്ചു. പടം തീരുന്നത് വരെ ഒന്നിച്ചായിരുന്നു പൊറുതി. രാവണൻകോട്ടയിലെ ചിത്രീകരണം തീർന്നപ്പോൾ പെങ്കൊച്ച് അച്ഛനും അമ്മയും താമസിക്കുന്ന ഗൾഫിലേക്ക് പറന്നു. അപ്പോഴും അവൾ വിശ്വസിച്ചു, ഒരു ഭാര്യയും ഈ 1 ഡസൻ പിള്ളേരും ഉണ്ടെങ്കിൽ ഇയാൾ ഇനിയും കൂടെ പോറ്റാനുള്ള ശേഷിയുണ്ടല്ലോ. ആ കുട്ടിയാണെങ്കിലും നല്ല കാശുള്ളൊരു വീട്ടിലെ കുട്ടിയാണ്. ആണും പെണ്ണായിട്ട് ഒന്നല്ലേ ഉള്ളൂ. ദിവസമുള്ള സൊള്ളലുകൾക്കിടയിൽ അവൾ മര്യാദരാമനോടൊരു കാര്യം പറഞ്ഞു. നാളെ മുതൽ 2 നാൾ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടാവില്ല. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ളൂ, ഗൾഫിലെ വീട്ടിലുള്ളൂ. കേൾക്കേണ്ട താമസം, ഷൂട്ടിങ്ങും പുല്ലും ഒക്കെ അവിടെ ഇട്ട് സിനിമയുടെ എന്തൊരു ആത്മാർത്ഥയെന്ന് ആലോചിച്ച് നോക്കി. ഷൂട്ടിങ്ങും എല്ലാം ആൾക്കൂട്ടും ബഹളവും ഫയർ എഞ്ചിനും പോലീസും ഒക്കെ വെച്ചാണ് നാളെ ഷൂട്ട് ചെയ്യണമെന്നൊന്നും അയാൾ ഓർത്തൊന്നുമില്ല. പെണ്ണല്ലേ, കിളുന്ത് പെണ്ണല്ലേ. അയാൾ പറന്ന് ഗൾഫിലെ വീട്ടിലെത്തി, UAE വീട്ടിലെത്തി. എനിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് വിളയാട്ടം എന്ന് പറഞ്ഞ കണക്ക് ലക്ഷങ്ങൾ നഷ്ടമാക്കി ചിത്രീകരണം നിലയ്ക്കുമ്പോൾ മര്യാദരാമൻ മണലാരണ്യത്തിൽ യുവമിഥുനങ്ങളെപ്പോലെ ഹണിമൂണ് പോലെ ആഘോഷിക്കുകയായിരുന്നു. പക്ഷേ മലയാളി പൊട്ടന്മാർ ഇപ്പോഴും കരുതുന്നത് മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല മര്യാദരാമൻ ഈ മഹാനാണ് എന്നാണ്. കണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സുരേഷ് ഗോപി വളരെ മിടുക്കനാണെന്നല്ലേ തോന്നുന്നത്? എനിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പഠിക്കാൻ കാരണം ഒരു പെൺകുട്ടിയുടെ ശാപമാണ്. ആ പെൺകുട്ടിയുടെ ശാപം, ആ വീട്ടിൽ പോയിട്ടുണ്ടായ ആ പെൺകുട്ടി ശപിച്ചുകൊണ്ടാണ് പെൺകുട്ടി അവിടെ നിന്ന് പോയിട്ടുള്ളത്. അത് ഞാൻ വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടുള്ള എല്ലാവർക്കും കാണാവുന്നതാണ്. ഇപ്പോൾ ഇനി അടുത്തത് എന്താണെന്നറിയോ? മമ്മൂട്ടിയാണ് മമതാ മോഹൻദാസുമായുള്ള ബന്ധത്തെക്കുറിച്ച് വീട്ടിൽ അറിയിച്ചത് കൊണ്ടാണ് അവിടെ കലാപമുണ്ടായത് എന്നുള്ള ഒരു കാര്യമുണ്ട്.
വർഷങ്ങളോളം മമ്മൂട്ടിയും സുരേഷ് ഗോപിയും മിണ്ടിയിരുന്നില്ല. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അതോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, എത്താവുന്ന സ്ഥലത്തെല്ലാം നിങ്ങൾ എത്തിക്കുക, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ അറിയിക്കുക. ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുണ്ട്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ള അനുഭവങ്ങൾ, സത്യസന്ധമായുള്ള കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നന്ദി, നമസ്കാരം.